ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൻ. ഞാനിന്നിവിടെ സ്വീറ്റ് കോൺ മുരിങ്ങ സൂപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇതൊരു മുരിങ്ങയ്ക്കാണ്, ഇത് 2 പീസാക്കി വെച്ചിരിക്കുക. ഇതൊരു കോണാണ്. ഇത് നമുക്ക് ഇതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് കോണൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് കൊണ്ടുവരാം. കോണൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 2 പീസാക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ കൊടുത്ത് ഒന്ന് വേവിച്ച് കൊണ്ടുവരാം. കൂടെ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കോൺ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ മുരിങ്ങയ്ക്കൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. മുരിങ്ങയ്ക്കൊക്കെ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നമുക്കൊന്ന് വേവിച്ച് കൊണ്ടുവരാം. കോണും മുരിങ്ങയ്ക്കായും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കോണിൻ്റെ മണികളൊക്കെ നമുക്ക് അടർത്തിയെടുക്കണം. ഇതുപോലെ നമുക്കെല്ലാം അടർത്തിയെടുത്ത് കൊണ്ടുവരാം. കോണൊക്കെ അടർത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുരിങ്ങയൊക്കെ നടുവേ കീറിയിട്ട് ഇതിനകത്തെ മാംസമൊക്കെ നമുക്കൊരു സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് തന്നെ ഇതുപോലെ ചിരണ്ടിയെടുക്കാം. നമുക്കതിൻ്റെ തോട് ആവശ്യമില്ല. ഇതുപോലെ നമുക്കെല്ലാം എടുത്തുകൊണ്ട് വരാം. ഇത് കണ്ടോ, ഇതുപോലെ മുരിങ്ങയ്ക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോണിൽ നിന്ന് കുറച്ച് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിൻ്റെ ഏകദേശം ഒരു ഹാഫ് പാർട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം. അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ മുരിങ്ങയ്ക്ക വേവിച്ച സ്റ്റോക്ക് വാട്ടറാണ്. ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക, കോൺ, പിന്നെ നമ്മൾ അരച്ച് വെച്ച കോണില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ജാറിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. വൈറ്റ് ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ ചേർത്താലും മതി. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കണം. സൂപ്പ് തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എരിവ് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൽ. അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതിനെ ഒന്ന് തിളയ്ക്കട്ടെ. സൂപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ മെൽട്ടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറം ആകുന്നവരെ മൂപ്പിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് പച്ചമണമൊന്ന് മാറി കിട്ടിയാൽ മതി. വെളുത്തുള്ളിയും പച്ചമുളകും മൂപ്പിച്ചത് നമുക്ക് സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. വൈറ്റ് പെപ്പർ പൗഡറിന് എരിവ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സൂപ്പിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം.
ഇളക്കി മിക്സ് ചെയ്യാം. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സൂപ്പ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഡ്രം സ്റ്റിക്ക് സ്വീറ്റ് കോൺ ക്രീമി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുപോലെ സൂപ്പ് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.